ഉണ്ടായി. മൂപ്പര് ഒരു വെല്ലുവിളി, മുക്തി മാർഗം. ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറയണ്ടാന്ന് വിട്ടുപോയതാ. അപ്പൊ മൂപ്പര് അയിമ്മണ് പിടിച്ചിക്ക. ഈ പറയാതെ വിട്ടുപോയപ്പോ മൂപ്പര് വിചാരിച്ച് മൗലവി ആകെ കുടുങ്ങിയിട്ടാട്ടോ മിണ്ടാത്തത്. ഇത് പറയാൻ മാത്രമല്ല, ഏതാൾക്ക് വായിച്ചാലും മനസ്സിലാകുന്നതിലുള്ള വിഷയം. മൂപ്പർ എന്താ പറഞ്ഞതറിയോ? മുജാഹിദിനൊരു മുക്തി മാർഗം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് പോലും, അള്ളാഹുവും മുജാഹിദും ഒന്നാണ്, ഗീതയും ഖുർആനും ഒന്നാണ് എന്ന് മുക്തി മാർഗത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അളവ് പറഞ്ഞതാ. അതിന് മൂപ്പരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മുക്തി മാർഗം എന്നുള്ള പുസ്തകം ഗീത, ബൈബിൾ, ഖുർആൻ സമന്വയ ദർശനം എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികൾക്കും ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ എഴുതിയ ഒരു പുസ്തകമാണ്. ഈ കുറ്റ്യാടിക്കാരൻ്റെ ഒരു മൗലവി എഴുതിയതാണ്. ഈ പുസ്തകത്തിൽ ഇതിൻ്റെ ശൈലി തന്നെ എന്താണെന്നറിയോ? ഇതിൽ കുറച്ച് സാഹിത്യമാണ്. ഈ പേരോട് ഈ സാഹിത്യം പോയിട്ട് ഒരപേക്ഷ എന്നുള്ളത് വരെ ഇന്നലെ വായിച്ചപ്പോൾ ഒരു പക്ഷേ എന്ന് വായിച്ച ആളല്ലേ. അപ്പൊ മൂപ്പർക്ക് ഇത് തിരിയൂല. അല്ലെങ്കിൽ ചോദിക്കട്ടെ, അള്ളാഹുവും മുജാഹിദും ഒന്നാണ്, ഗീതയും ഖുർആനും ഒന്നാണ്, ഒരുപോലെയാണ് എന്ന് ഈ പുസ്തകത്തിൽ എവിടെയാ പറഞ്ഞത്? പേരോടെ കളവ് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുക. നിങ്ങൾ വിചാരിച്ച അതിലൊന്നും പറയലായിട്ട് വിട്ടതാണ്, വേണ്ടാന്ന് വിചാരിച്ച് വിട്ടുപോയതാ.